ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് ദൈവവചനം ഇരുതല വാൾ ഇന്ന് എപ്പിസോഡ് 5 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സഭകൾക്കുള്ള കത്തുകൾ ചാപ്റ്റർ 2 അധ്യായം 2 ഇന്ന് നമ്മൾ കാണുന്നത്. ഒരുമിച്ച് നമുക്ക് വായിക്കാം. എഫേസൂസിലെ സഭയ്ക്ക്. എഫേസൂസിലുള്ള സഭയുടെ ദൂതനെ എഴുതുക. വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവർത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവം ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണ് നീ കണ്ടുപിടിച്ചു. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്ന് അധപതിച്ചുവെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വന്ന് നിന്റെ ദീപപീഠവും അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും ചെയ്യും. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്: നിക്കോളസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് അരുൾ ചെയ്യുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവനെ ദൈവത്തിൻ്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധ്യായം 2 എഫേസൂസിലെ സഭ. എഫേസൂസിലെ സഭ എന്ന് പറയുമ്പോൾ എഫേസൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിയാം. എഫേസൂസ് എന്ന് പറയുമ്പോൾ ഒരു അയഞ്ഞ സഭ, ഒരു സ്ട്രിക്റ്റോ ഡിസിപ്ലിനോ ഇല്ലാത്ത സഭ. അതേസമയം തന്നെ സ്നേഹരഹിതമായ സഭ എന്നും വിളിക്കാം. കാരണം ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, എല്ലാവരിലേക്കും, ഓരോ വ്യക്തികളിലേക്കുമാണ് ഈ ഒരു ചിന്ത, അല്ലെങ്കിൽ ഈ ഒരു സഭയോട് പറയുമ്പോൾ നമ്മുടെ തന്നെ. അപ്പോൾ അയഞ്ഞ സഭ എഫേസൂസ് എന്ന് പറയുമ്പോൾ യാതൊരു സ്ട്രിക്റ്റോ ഡിസിപ്ലിനോ ഇല്ല. അപ്പം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ധ്യാന കേന്ദ്രമാണെങ്കിൽ അവിടെ തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ പോകുന്നു, തോന്നുമ്പോൾ വരാതിരിക്കുന്നു. ഒരു സ്ട്രിക്റ്റ് ഇല്ല, ഡിസിപ്ലിൻ ഇല്ല, അവിടെ ആകെ ഒരു ബഹളവും നിശബ്ദതയില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സഭയെ വിളിക്കുന്ന പേരാണ് അയഞ്ഞ സഭ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഒന്നാമതായിട്ട് ഇപ്പോൾ ചരിത്രപരമായിട്ട് ഇപ്പോൾ ഏഷ്യ മൈനറിൽ ഒരുപാട് സഭകളുണ്ട്. അതിലെ 7 സഭകളെയാണ് കർത്താവ് സെലക്ട് ചെയ്തിട്ട് യോഹന്നാനോട് കത്തുകൾ അയക്കാൻ പറയുന്നത്. ഓരോ സഭകളോട് പറയുന്നതും എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്ക് വേണ്ടതെല്ലാം അതിലുണ്ട്. നീ ആദ്യമുണ്ടായിരുന്ന സ്നേഹം കൈവിടിഞ്ഞു എന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി യേശു പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ചരിത്രപരമായ ഒരു മേഖല, അത് ഏഷ്യ മൈനറിൽ ധാരാളം സഭകൾ ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിലായിരുന്നു. അതിൽ 7 പ്രാദേശിക സഭകളെ തിരഞ്ഞെടുത്ത് കത്തെഴുതുന്നു. രണ്ടാമതായിട്ട് പ്രവചനപരമായ ഒരു പഠനം, ഓരോ കാലഘട്ടത്തിന് നേരെ വിരൽ ചൂണ്ടാണ്. അപ്പം ഇതിൽ പറയുന്നതെല്ലാം ഈ കാലഘട്ടത്തിൽ എന്നോടും എൻ്റെ കുടുംബത്തോട്, എൻ്റെ ആശ്രമത്തോട്, സഭാംഗങ്ങളോട്, അല്ലെങ്കിൽ വൈദികരോട്, സമർപ്പിതരോട്, ആ ഇടവകയോടൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട് പ്രവചനപരമായിട്ട്. മൂന്നാമതായിട്ട് പറയുകയാണ്, ഓരോ സഭയ്ക്കുള്ള ദൂതും എന്നോടും കുടുംബത്തോടും, നേരത്തെ പറഞ്ഞു, ലോകം മുഴുവനും വേണ്ടിയാണ്. നാലാമതായി എല്ലാവരോടുമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് ലാസ്റ്റ് പറയുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് കാണാം ഓരോ പരിശുദ്ധ ത്രിത്വം, അല്ലെങ്കിൽ ആരാണ് ആ സഭയ്ക്ക്? യേശു ക്രിസ്തു. അപ്പം ഇവിടെ നമ്മൾ വായിച്ചത് 7 നക്ഷത്രങ്ങൾ, 7 ദീപപീഠങ്ങൾക്ക് മധ്യം നടക്കുന്നവൻ,
വലത് കൈയിൽ നക്ഷത്രങ്ങൾ പിടിച്ചിരിക്കുന്നവൻ, അങ്ങനെ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ എഫേസ്യസ് സഭകളിലെ മക്കൾക്കുള്ള നന്മകൾ പറയുന്നു. ഇന്ന ഇന്ന നന്മകൾ അവർക്കുണ്ട്, ഉറച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. നിക്കോളാസ് പക്ഷക്കാരെ നീ വെറുക്കുന്നുണ്ട്, ഞാനും വെറുക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് അവർക്ക് ചില തിരുത്തലുകൾ കൊടുക്കുകയാണ്. നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപതിച്ചുവോ അവിടെ നിന്ന് തിരിച്ചു വരിക, ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ അവർക്ക് തിരുത്തലുകൾ കൊടുക്കുന്നു. അവർ തിന്മയുടെ ഭാഗങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഉപദേശം നൽകുകയാണ്. ഉപദേശത്തിന് ശേഷം പറയുന്നത് എന്താണ്? അവർക്ക് സമ്മാനം വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പം ഇവിടെ സമ്മാനം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ സമ്മാനം പറയുന്നത് കൊടുക്കാനുള്ള വാഗ്ദാനങ്ങൾ നിനക്ക് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. നിനക്ക് പക്ഷക്കാരുടെ വെറുക്കുന്നു, ആത്മാവ് അരുൾ ചെയ്യുന്നു. ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകും. ഇവിടെ പറയുന്നത് ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകും. ഒരു സമ്മാനവും കൂടി പറയാണ്. ലോകം മുഴുവനോട് പറയുന്നതിൻ്റെ അടയാളമാണ് ആത്മാവ് സഭകളോട് അരുൾ ചെയ്യുന്നു. 7 കത്തുകളിലും അത് പറയുന്നുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാവരും ഇത് കേൾക്കട്ടെ. ഇവിടെ ആദ്യമുണ്ടായിരുന്ന സ്നേഹം കൈവെടിഞ്ഞു. ഏതവസ്ഥയിൽ നിന്ന് നീ അധപതിച്ചു എന്ന് ചിന്തിക്കുക, എന്നിട്ട് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അപ്പം ആദ്യം എല്ലാറ്റിലോടും പാപത്തോടുള്ള വെറുപ്പും നല്ലൊരു ഡിസിപ്ലിനുള്ള സഭയായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ. പക്ഷേ അത് പിന്നീട് അവരെ അയഞ്ഞ് സ്ട്രിക്റ്റില്ല, ഡിസിപ്ലിനില്ല, അതിൻ്റെ നിയമങ്ങൾ കാക്കണില്ല, അയഞ്ഞ് ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് 5 നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. കാർമൽ റൂഹ മിനിസ്ട്രി സബ്സ്ക്രൈബ് ചെയ്യുക. 30-31 സിസ്റ്ററുടെ ധ്യാനം ആരംഭിക്കുകയാണ് തൊഴുപാടത്ത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഇരുതല വാൾ ദൈവവചനം ഹീബ്രു 4:12 അഭിഷേകം എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം എന്തുമാത്രം അധ്യായം 1 മുതൽ വായിക്കാമോ അത്രയും തവണ നമ്മൾ വായിക്കുക. ഓരോ ദിവസം ഓരോ എപ്പിസോഡ് ഓരോ സഭകളായിട്ടാണ്. നാളെ സ്മിർണ സഭയോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുക. അത് കഴിഞ്ഞാൽ പർഗേമൂസ്, അങ്ങനെ ഓരോ സഭകൾ എൻ്റെ ജീവിതവുമായി നമ്മൾ താരതമ്യപ്പെടുത്താം. വീണ്ടും വീണ്ടും എമ്മാവൂസ് സഭ നിങ്ങൾ വായിക്കണം. കൂടുതൽ നമുക്ക് അതിൽ നിന്ന് പ്രചോദനം കിട്ടും. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ആത്മീയ അനുഭൂതിയിൽ ലയിച്ചിരിക്കാനുള്ള വലിയ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.